ഹായ് ഓൾ, ഇന്ന് നമ്മൾ ആറ്റമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സിൻ്റെ CSIR നെറ്റിൻ്റെ ഒരു പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത്. ഇത് ഫ്രം എക്സ്റേ സ്പെക്ട്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ 2011 തൊട്ട് 2024 വരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ 2018 ഒരു ക്വസ്റ്റ്യനാണ് എക്സ്റേനെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് ആദ്യം നോക്കാം. അപ്പോൾ നമുക്കറിയാം എക്സ്റേസ് എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ ഹൈ എനർജി ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളാണ്. ഹൈ എനർജി ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളാണ്. അപ്പം അവരുടെ വേവ് ലെങ്ത് റേഞ്ച് ചെയ്യുന്നത് 0.01 തൊട്ട് 10 നാനോമീറ്റേഴ്സ് റേഞ്ച് വരെ പോകുന്ന ഹൈ എനർജി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് ആക്ച്വലി എക്സ്റേസ് എന്ന് പറയുന്നത്. ഇനി എക്സ്റേസ് നമുക്കറിയാം, നമ്മൾ കൂടുതലും എക്സ്റേസ് കേട്ടിട്ടുള്ളത് മെഡിക്കൽ ഫീൽഡിലാണ്. അപ്പോൾ അത് കൂടുതലും മെഡിസിനിലല്ലേ, മെഡിക്കൽ ഫീൽഡിലാണ് കൂടുതലും ഇത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ മെറ്റീരിയൽ സയൻസിലും ഫിസിക്സിലും ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസിന് നമുക്ക് എക്സ്റേ സ്പെക്ട്രത്തിൻ്റെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ എക്സ്റേ സ്പെക്ട്രത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് ആപ്ലിക്കേഷൻസിൽ നമുക്ക് എക്സ്റേ യൂസ് ചെയ്യുന്നതുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം എക്സ്റേസ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കൺസെപ്റ്റ്. അപ്പോൾ എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ബോംബാർഡിങ് എ മെറ്റൽ ടാർഗറ്റ് വിത്ത് ഹൈ എനർജി ഇലക്ട്രോൺ, അതായത് വളരെ ഹൈ എനർജി ഉള്ള ഇലക്ട്രോണിനെ വെച്ചിട്ട് മെറ്റൽ ടാർഗറ്റിനെ എന്ത് ചെയ്യുന്നു, ബോംബാർഡ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, അപ്പോൾ രണ്ട് വിധത്തിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതായത് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, വളരെ ഫാസ്റ്റ് മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് മെറ്റൽ ടാർഗറ്റിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴാണ് എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള എക്സ്റേ സ്പെക്ട്രംസ് ആണ് ഇവിടെ കാണാൻ പറ്റുക. അതായത് ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പം നമ്മൾ പറയുകയാണ്, ഒരു മിനിറ്റ്, അപ്പോൾ ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മെറ്റൽ ആറ്റം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിലേക്ക് ഒരു ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺ വന്ന് ഹിറ്റ് ചെയ്യുവാണ്. ഈ സമയത്താണ് ഈ ഹിറ്റ് ചെയ്യുന്ന സമയത്താണ് എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇലക്ട്രോൺസ് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇലക്ട്രോൺസ് ടാർഗറ്റിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അവരുടെ കൈനറ്റിക് എനർജി എന്തായിട്ട് മാറും, ഈ വരുന്ന ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി എക്സ്റേസ് ആയിട്ടും അതുപോലെ തന്നെ ഹീറ്റായിട്ടും കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും. അപ്പോൾ എക്സ്റേസ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഒരു മെറ്റൽ ആറ്റത്തെ ഭയങ്കര ഹൈ എനർജി അല്ല ഹൈ സ്പീഡിൽ വരുന്ന ഒരു ഇലക്ട്രോൺ വെച്ചിട്ട് അതിനെ ബൊംബാർഡ് ചെയ്യിക്കുകയാണെങ്കിൽ, ഹൈ എനർജി ഇലക്ട്രോൺ ബൊംബാർഡ് ചെയ്യിക്കുന്ന സമയത്ത് എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറയാം. ഇനിയും വൺസ് ഈ ഇലക്ട്രോൺ വന്നൊരു മെറ്റൽ ആറ്റത്തെ വന്ന് ഹിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് രണ്ട് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അതനുസരിച്ച് രണ്ട് സ്പെക്ട്രമാണ് നമുക്ക് കിട്ടുക. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള സ്പെക്ട്രമാണ് കണ്ടിന്യൂസ് സ്പെക്ട്രം, ക്യാരക്ടറിസ്റ്റിക് സ്പെക്ട്രം. കണ്ടിന്യൂസ് സ്പെക്ട്രത്തിൻ്റെ വേറൊരു പേര് മിസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇതൊരു ജർമ്മൻ വേർഡാണ്. ഓക്കെ, അതായത് ജർമ്മനിൽ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ബ്രേക്കിംഗ് റേഡിയേഷൻ എന്നാണ്. ബ്രേക്കിംഗ് റേഡിയേഷൻ. ഓക്കെ, അപ്പം കണ്ടിന്യൂസ് സ്പെക്ട്രം, അപ്പം ക്യാരക്ടറിസ്റ്റിക് സ്പെക്ട്രം, ഇങ്ങനെ രണ്ട് തരത്തിലുള്ള സ്പെക്ട്രമാണ് കിട്ടുന്നത്. എപ്പോഴാണ്, അതായത് ഒരു ഹൈ എനർജി ഉള്ള ഒരു ഇലക്ട്രോൺ വന്ന് ഒരു മെറ്റൽ ആറ്റത്തെ ഹിറ്റ് ചെയ്യുമ്പോൾ എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ്റേ എന്ന് വെച്ചാൽ രണ്ട് രീതിയിലാണ്, കണ്ടിന്യൂസ് സ്പെക്ട്രമായിട്ടും ഉണ്ട്, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക് സ്പെക്ട്രമായിട്ടുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഇലക്ട്രോൺ വന്ന് ആ മെറ്റലിനെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് പ്രോസസ്സുകളാണ് ഇവിടെ നടക്കുന്നത്. ആ രണ്ട് പ്രോസസ്സാണ് കണ്ടിന്യൂസും ക്യാരക്ടറിസ്റ്റിക്സ്. അത് ഒരുപോലെ നടക്കുമെന്നാണ് പറയുക. ഓക്കെ, അപ്പം ഈ രണ്ട് പ്രോസസ്സുകൾ എന്താ ശരിക്കും സംഭവിക്കുക, അപ്പം മെറ്റലിലേക്ക് ഇലക്ട്രോൺ വന്ന് ഹിറ്റ് ചെയ്യുന്നത് വരെ ഓക്കെ, അത് കഴിഞ്ഞ് എന്താണ് നടക്കുക എന്ന് നോക്കാം. അപ്പോൾ നോക്കിയേ, ആദ്യം ഞാൻ കണ്ടിന്യൂസിൻ്റെ കേസാണ് പറയുന്നത് കേട്ടോ. കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയുന്നത് എന്താണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ഹൈ ആയിട്ടുള്ള എനർജി ഉള്ള ഒരു ഇലക്ട്രോൺ വന്ന് ഈ മെറ്റൽ ആറ്റത്തെ ഹിറ്റ് ചെയ്യുന്നു. ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഹൈ സ്പീഡ് ഇലക്ട്രോൺസ് ഡീആക്സിലറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡിഫ്ലക്റ്റ് ആയിട്ട് പോവാമെന്ന് വിചാരിക്കുക. അതായത് എന്താ ചെയ്യുക, ഇതിൻ്റെ അകത്ത് കൂടെ ഡിഫ്ലക്റ്റ് ആയി പോവുക.
ഇങ്ങനെ വന്ന് ഇത് ജസ്റ്റ് ഡിഫ്ലക്റ്റ് ആയി പോകുന്ന കേസിലാണ് ശരിക്കും കണ്ടിന്യൂസ്. അപ്പം ആ സമയത്ത് പ്രൊഡ്യൂസ് ആവുന്ന എക്സ്റേ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സ്റേ ആയിരിക്കും. മനസ്സിലായി? പ്രത്യേകിച്ച് ചേഞ്ച് ഇല്ല, ജസ്റ്റ് അതിൻ്റെ അകത്തൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക കയറിയിട്ട് ജസ്റ്റ് അതങ്ങ് ഡിഫ്ലക്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ കണ്ടിന്യൂസ് സ്പെക്ട്രം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഞാനൊന്ന് പറയാം. സ്പെക്ട്രം വളരെ കണ്ടിന്യൂസ് ആയിരിക്കും. അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്തേക്കുമായിരിക്കും, ഓരോ റേഞ്ച് ഓഫ് വേവ് ലെങ്തിലും സ്പ്രെഡ് ചെയ്തേക്കുമായിരിക്കും. വളരെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് കട്ട് ഓഫ് ആയിരിക്കും, അതായത് ലാംഡ മിനിമം ആയിരിക്കും കണ്ടിന്യൂസ് സ്പെക്ട്രത്തിന് ഉണ്ടാകുക. അങ്ങനെ അതുപോലെ തന്നെ മിനിമം വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു ദ മാക്സിമം എനർജി ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഒരു ഇക്വേഷൻ ഉണ്ട്, ലാംഡ മിനിമം കണ്ടുപിടിക്കാൻ പറയുന്നത് hc/ev. ഈ ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അതായത് കണ്ടിന്യൂസ് സ്പെക്ട്രത്തിൻ്റെ ഈ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്യുക. ലാംഡ മിനിമം, ഇത് ലാംഡയാണേ, ദിസ് ഈസ് ആക്ച്വലി ലാംഡ വേവ് ലെങ്ത്. സോ ലാംഡ മിനിമം ഈസ് ഈക്വൽ ടു എന്താണ്, hc/ev. എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, സി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ്, hc/ev. ഇ എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജ് ആൻഡ് വി ഇസ് ദ ആക്സിലറേറ്റിംഗ് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത് അകത്ത് കയറി ഡിഫ്ലക്റ്റ് ആയി പോകുകയാണെങ്കിലാണത് കണ്ടിന്യൂസ് ആവുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കണ്ടിന്യൂസ് എക്സ്റേസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? അപ്പോൾ അടുത്ത പ്രോസസ്സ് നോക്കാം. നോക്കിയേ, കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, കണ്ടിന്യൂസ് അല്ല, ക്യാരക്ടറിസ്റ്റിക് സ്പെക്ട്രം എന്ന് പറയുമ്പം ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും ഇലക്ട്രോണെ കാണിക്കാം കേട്ടോ. ഞാനിവിടെ ഈ സൈഡിൽ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഒരു ഹൈ എനർജി ഉള്ള ഇലക്ട്രോൺസ് വരുന്നു. ഇലക്ട്രോൺ വന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ഇലക്ട്രോണെ നോക്ക് ഔട്ട് ചെയ്ത് പുറത്തേക്ക്, നേരത്തെ ഇലക്ട്രോൺ വന്നപ്പോൾ ഒരു പ്രത്യേകിച്ച് പ്രോസസ്സ് ഒന്നും അവിടെ സംഭവിച്ചില്ല. ആക്ച്വലി അത് ഡിഫ്ലക്റ്റ് ചെയ്ത് പോയി, അതിൻ്റെ ഭാഗമായിട്ട് എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് മാത്രം. കൈനറ്റിക് എനർജി, അവിടുത്തെ കൈനറ്റിക് എനർജി ചേഞ്ച് ആയിട്ട് എക്സ്റേസും ഹീറ്റുമായിട്ട് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി മാറി. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇവർ ഒരു ഷെല്ലിലിരിക്കുന്ന ഇലക്ട്രോണെ പുറത്തേക്ക് നോക്ക് ഔട്ട് ചെയ്ത് കൊണ്ടുപോകും. ഓക്കെ, പ്രോസസ്സ് കംപ്ലീറ്റ് ആയില്ല. ഒരു ഹൈ ഇലക്ട്രോൺ വരുന്നു, ഈ ഷെല്ലിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഇലക്ട്രോണെ നോക്ക് ഔട്ട് ചെയ്ത് വെളിയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ എന്ത് ചെയ്യും, അതിന് മുകളിലിരിക്കുന്ന ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോൺ ആ പൊസിഷനിലേക്ക് വന്ന് അത് കവറപ്പ് ചെയ്യും. ഈ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ്റേസ് ആണ് ആക്ച്വലി കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്ത് സംഭവിച്ചു, ഒരു ഇലക്ട്രോൺ വന്നു, അതിൽ ഒരു ഷെല്ലിലിരിക്കുന്ന ഇലക്ട്രോണെ പുറത്തേക്ക് നോക്ക് ഔട്ട് ചെയ്ത് കൊണ്ടുപോയി. അപ്പം അതിന് തൊട്ടപ്പുറത്തുള്ള ഷെല്ലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും, ആ വേക്കൻസി കളയാനായിട്ട് അല്ലെങ്കിൽ ആ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് തിരിച്ച് ആ പൊസിഷനിലേക്ക് വന്നിരിക്കുന്നു. അപ്പം അതിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം അതിന് എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പം കുറച്ച് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ചുമ്മാ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു സൂ കൺസിഡർ ചെയ്യാം. സൂ, അപ്പോൾ സൂവിൽ കുറേ മങ്കീസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സൂവിൽ കുറേ മങ്കീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ എയിം എന്താണെന്ന് വെച്ചാൽ, ഈ മങ്കീസിനെയൊക്കെ ആ സൂവിലെ സെക്യൂരിറ്റി കാണാതെ മങ്കീസിനെ നമുക്ക് റിലീസ് ചെയ്ത് കൊണ്ടുപോകണം. അവിടെ ആ ഒരു കൂട്ടിൽ നിന്ന് അതിനെ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ എയിം എന്ന് പറയുന്നത് അതിനെ എടുത്തിട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൂവിലേക്ക് നമ്മൾ കുറേ ആൾക്കാരുടെ പ്രസൻസിൽ നമ്മൾ വരിക എന്നുള്ളതാണ് അല്ലേ. കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രസൻസിൽ നമ്മൾ ആ സൂവിലേക്ക് വരിക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യുക. അപ്പോൾ ആ സൂ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മെറ്റൽ ആറ്റമാണ്. ശരിക്കും ആറ്റത്തെയാണ് നമ്മൾ സൂ ആയിട്ട് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ വരുവാണ്. അപ്പം നമ്മളാണ് ശരിക്കും ഈ ഹൈ എനർജി അല്ലെ ഹൈ സ്പീഡുള്ള ഇലക്ട്രോൺ എന്ന് പറയുന്നത് നമ്മളാണ്. ഹ്യൂമൻസ് ആണെന്ന് വിചാരിച്ചോ, നമ്മളാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ വന്നു, ആദ്യത്തെ ദിവസം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ആ സൂവിലേക്ക് വന്നിട്ട് അതിൻ്റെ പരിസരമൊക്കെ ഒന്ന് വീക്ഷിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അതായത് ആരൊക്കെയുണ്ട്, എത്ര മണിക്കായിരിക്കും സെക്യൂരിറ്റി അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക, അല്ലെങ്കിൽ എത്ര മണിക്കായിരിക്കും അദ്ദേഹം കഴിക്കാൻ പോവുക, അങ്ങനെ എന്തും ആയിക്കോട്ടെ. അപ്പം നമ്മളതൊക്കെ ഒന്ന് വീക്ഷിച്ച് ജസ്റ്റ് ആ സൂവിലേക്കൊന്ന് കയറി എല്ലാം ഒന്ന് കണ്ടിട്ട് തിരിച്ചിറങ്ങുവാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രോസസ്സും അവിടെ ചെയ്തിട്ടില്ല, ജസ്റ്റ് നമ്മളതെല്ലാം ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് പോയി. ആ സമയത്ത് റിലീസ് ചെയ്യുന്നത് ആക്ച്വലി എന്താണെന്നറിയോ, കണ്ടിന്യൂസ് എക്സ്റേ ആണ്. കാരണം ജസ്റ്റ് ഡിഫ്ലക്റ്റ് ചെയ്ത് അതിൻ്റെ അകത്തൂടെ കയറി പോയെന്ന് മാത്രമേ ഉള്ളൂ. ആ കയറി പോകുന്ന സമയത്ത് കൈനറ്റിക് എനർജി എക്സ്ട്രീം ഹീറ്റുമായിട്ട് കൺവേർട്ട് ആകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ്. ഇനി രണ്ടാമത്തെ ദിവസം നമ്മൾ ശരിക്കും ഈ മങ്കീസിനെ എസ്കേപ്പ് ചെയ്യാൻ വരുവാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മളിതിനെ എസ്കേപ്പ് ചെയ്യാൻ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് മനസ്സിലായി സെക്യൂരിറ്റി എപ്പോഴവിടെ അതിൻ്റെ ഫ്രണ്ടിൽ കാണും, എപ്പോൾ അദ്ദേഹം കഴിക്കാൻ പോകും, ഓക്കെ ഓൾ സെറ്റാണ്.
അപ്പോൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ അദ്ദേഹം അവിടെ ഇല്ലാത്ത സമയം നോക്കി നമ്മൾ എന്ത് ചെയ്തു, ഒരു മങ്കിനെ എടുത്ത് റിലീസ് ചെയ്തു, പുറത്തേക്ക് റിലീസ് ചെയ്യിപ്പിച്ചു. അതായത് നമ്മൾ വന്നു അതിലേക്ക് അതായത് ഈ മെറ്റൽ ആറ്റത്ത് അതായത് സൂവിലേക്ക് വന്നു ഒരു മങ്കിനെ റിലീസ് ചെയ്തു. അപ്പം ആൾക്ക് മനസ്സിലാകും അല്ലേ, ആ കൂട്ടിൻ്റെ അകത്ത് മങ്കി ഇല്ല എന്ന് മനസ്സിലാവും. അപ്പോൾ അത് മനസ്സിലാക്കാതിരിക്കാൻ നമ്മുടെ കയ്യിലൊരു ഡമ്മി ആയിട്ടുള്ള ഒരു മങ്കിയുടെ പാവയോ എനിവേ എന്തെങ്കിലും ഉണ്ട്. അതിനെ ഞാൻ എന്ത് ചെയ്തു, തിരിച്ചിറങ്ങിയ സമയത്ത് അവിടെ വെച്ചു, ഒറിജിനൽ മങ്കിനെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി, ഡമ്മി ആയിട്ടുള്ള മങ്കിനെ ആ കൂട്ടിൽ വെച്ചു. ആ സമയത്ത് ഉണ്ടാവുന്ന പ്രോസസ്സാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്റേസ്. എന്താ സംഭവിച്ചത്, ഇലക്ട്രോൺ ഇത് തന്നെയല്ലേ സംഭവിക്കുക. മെറ്റൽ ആറ്റം ഒരു ഹൈ സ്പീഡുള്ള ഇലക്ട്രോൺ വരുന്നു, ഒരു ഷെല്ലിൽ നിന്ന് ഇലക്ട്രോണെ പുറത്തേക്ക് എടുക്കുന്നു, അതിൻ്റെ വേക്കൻസി ഫില്ല് ചെയ്യാൻ വേറെ ഷെല്ലിൽ നിന്നുള്ള ഒരു ഇലക്ട്രോൺ അവിടെ വന്നിരിക്കുന്നു. ആ സമയത്താണ് ക്യാരക്ടറിസ്റ്റിക് എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് ആക്ച്വലി എ സിമ്പിൾ എക്സാമ്പിൾ ദാറ്റ് യു ഹാവ് ടു റിലേറ്റ് ടു സ്റ്റഡി അബൌട്ട് ദിസ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻ വായിച്ച് ഒരു ഫോട്ടോൺ ഓഫ് എനർജി, അതായത് ഫോട്ടോണിൻ്റെ എനർജി തന്നിട്ടുണ്ട് 11, ഇത്രയാണ് ഇതിൻ്റെ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഇതുപോലെ ഒരു പ്രോബ്ലം വരുവാണ്. അതായത് ഒരു ഫോട്ടോൺ ഒരു ഇന്നർ ഷെല്ലിനെ അയണൈസ് ചെയ്തിട്ട് പോകുന്നു, അങ്ങനെ അതായത് ഒരു ഇന്നർ ഷെല്ലിനെ അയണൈസ് ചെയ്തിട്ട് വേക്കൻസി വേറൊരു ഷെല്ല് വന്നിരിക്കുന്നു. അതായത് ക്യാരക്ടറിസ്റ്റിക് എക്സ്റേസ് തന്നെയാണ് ഇവിടെ പറയുക. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷനാണ് ഇനി നമ്മൾ പറയാൻ പോവുക കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഒരു പെർട്ടിക്കുലർ എനർജി ഉള്ളൊരു ഫോട്ടോൺ വന്നു, അതെന്ത് ചെയ്തു, കെ ഷെല്ലിലുള്ള ഇലക്ട്രോണെ അയണൈസ് ചെയ്തു. ഓക്കെ, അപ്പോൾ കെ ഷെല്ലിലുള്ള ഇലക്ട്രോണെ, അപ്പം ബെർലിയം ആറ്റം എന്ന് പറയുന്നത് അയണൈസ് ആയി എന്ന് വെച്ചാൽ ഇതിൻ്റെ സിമ്പിൾ അർത്ഥം എന്താ, കെ ഷെല്ലിലൊരു ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, അതിനെ പുറത്തേക്ക് കൊണ്ടുപോയി. അതാണല്ലോ ഒരു ആറ്റം അയണൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ആറ്റം അയോണിക് സ്റ്റേജിൽ എത്തുക എന്ന് പറയുന്നത്, അതിൻ്റെ അകത്തിരിക്കുന്ന ഇലക്ട്രോൺസ് ഏതെങ്കിലും പുറത്തേക്ക് എക്സ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ ആറ്റം എന്ന് പറയത്തില്ല, പിന്നെ അതിനെ നമ്മൾ അയോൺ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ഇത്രയും എനർജി ഉള്ളൊരു ഫോട്ടോൺ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്തു, പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ഇലക്ട്രോണെ പുറത്തേക്ക്, കെ ഷെല്ലിലുള്ള ഇലക്ട്രോണെ വെളിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അതെന്തായിട്ട് മാറി, അയോണായിട്ട് മാറി. അപ്പോൾ എന്ത് സംഭവിച്ചു, ടു ഫിൽ ദിസ് വേക്കൻസി ആൻഡ് എമിറ്റ് എ ഫോട്ടോൺ ഓഫ് എനർജി. ഓക്കെ, അപ്പോൾ ഒരു കെ ഷെല്ലിലുള്ള ഇലക്ട്രോണ് ഒരു എൽ ഷെല്ലിലുള്ള ഇലക്ട്രോണ് കെ ഷെല്ലിലേക്ക് ആ വേക്കൻസിയെ നിരത്താൻ വേണ്ടി പോയിരുന്നു. ആ സമയത്ത് അവർ എമിറ്റ് ചെയ്തൊരു ഫോട്ടോണിൻ്റെ എനർജിയാണ് 109.2 കിലോ ഇലക്ട്രോൺ വോൾട്ട് എനർജി അവർ ആ സമയത്ത് എമിറ്റ് ചെയ്തു. അപ്പോൾ ദിസ് ഈസ് ആക്ച്വലി ദ സിമ്പിൾ പ്രോസസ് കോൾഡ് ക്യാരക്ടറിസ്റ്റിക് എക്സ്റേ സ്പെക്ട്രം അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് പ്രോസസ്. ഓക്കെ, ഇഫ് ദ അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഫോർ ദ എൽ ഷെൽ, അപ്പോൾ എൽ ഷെല്ലിൻ്റെ അയണൈസേഷൻ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. അതായത് എൽ ഷെല്ലിൽ ആ ഇലക്ട്രോണ് കെ ഷെല്ലിലേക്ക് വരാനായിട്ട് എൽ ഷെല്ലിൽ എന്ത് ചെയ്താൽ മതി, 6.4 കിലോ ഇലക്ട്രോൺ വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് തിരിച്ചിങ്ങോട്ട് വരും. ഒന്നും വേണ്ട, അയണൈസേഷൻ എനർജി തന്നിട്ടുണ്ടെന്ന് മാത്രം ഓർക്കുക. അങ്ങനെയാണെങ്കിൽ അയണൈസ് ചെയ്തു പോയ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. എന്നാൽ ഇതൊന്നുമല്ല, എന്താ ചെയ്യേണ്ടത്, പുറത്തേക്ക് പോയി അയണൈസ് ചെയ്ത് പോയ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു കാര്യം നമുക്കറിയാൻ പറ്റും, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് വന്ന് വീഴുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി തന്നെ ആയിരിക്കത്തില്ല പുറത്തേക്ക് പോകുന്നത്. കാരണം കൈനറ്റിക് എനർജിക്ക് ഡീവിയേഷൻസ് ഉണ്ടാവും. കാരണം ആ പുറത്തുനിന്ന് വരുന്ന ഇലക്ട്രോൺ മെറ്റൽ ആറ്റത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ അവിടെ എന്താണെങ്കിലും സ്പീഡ് അല്ലെങ്കിൽ അതിൻ്റെ ആക്സിലറേഷന് ഡീവിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയുമ്പോൾ അകത്തേക്ക് കയറുന്ന ഇലക്ട്രോൺ സ്ലോ ഡൗൺ ആവുന്നത് എപ്പോഴാണോ ആ പ്രോസസ്സിലാണ് ശരിക്കും കണ്ടിന്യൂസ് നടക്കുക. ഇനിയും ആ ഇലക്ട്രോൺ എപ്പോഴാണോ പുറത്തേക്ക് വലിച്ചുകൊണ്ട് പോകുന്നത് അപ്പോഴാണ് ക്യാരക്ടറിസ്റ്റിക് പ്രോസസ്സ് നടക്കുക. അപ്പോൾ ഒരു ഇലക്ട്രോൺ മെറ്റലിലേക്ക് വന്നപ്പോൾ ഇലക്ട്രോണിൻ്റെ സ്പീഡ് ഡീആക്സിലറേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രോസസ്സ് ഏതാണ്, MCQയിലൊക്കെ ചോദിക്കാം ഗേറ്റിന്. ദാറ്റ് പ്രോസസ് ഈസ് ആക്ച്വലി കണ്ടിന്യൂസ്. And if an electron come into the metal atom and that is actually knock out another electron, which simply means characteristic spectrum or characteristic process. അപ്പോൾ അത് MCQ MSQയിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഗേറ്റിന്. എനിവേ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇത്രയേ ഉള്ളൂ, പുറത്തേക്ക് പോയ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ആണ്. ആ ഇലക്ട്രോൺ കെ ഷെല്ലിൽ നിന്നാണ് പോയേക്കണത്. അപ്പോൾ ഇത് ഇക്വേഷൻ ഒന്ന് എഴുതി വെച്ചു. ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ളത് ആക്ച്വലി ഇതിൻ്റെ ശരിക്കുള്ള ഇക്വേഷൻ എനർജി ഓഫ് ഫോട്ടോൺ എന്ന് പറയുന്നത് ഈ ബൈൻഡിങ് എനർജി എന്ന് വെച്ചാൽ ഏത് ഷെല്ലിലാണോ അത് കിടക്കുന്നത്. ഇപ്പോൾ കെ ഷെല്ലിലാണെങ്കിൽ കെ ഷെല്ല് പ്ലസ്
കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ, പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി. ഈ ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്നാണ് കൈനറ്റിക് എനർജി, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് റിഫ്രഷ് ചെയ്ത് അല്ലെങ്കിൽ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പം ഇതെന്ന് പറയുന്നത് ഇവിടെ ഈ ബൈൻഡിങ്, അതായത് ബൈൻഡിങ് എനർജി കെ ഷെല്ലിലുള്ളത്, അതിൽ നിന്ന് സോറി ഒരു മിനിറ്റ് എടാ. ഓക്കെ, എനർജി ഓഫ് ഫോട്ടോൺ, അത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ശരിയാകുമേ. എനർജി, ഫോട്ടോൺ എനർജി, പിന്നെ ബൈൻഡിങ് എനർജി. ആരുടെ ബൈൻഡിങ് എനർജി? കെ ഷെല്ലിൻ്റെ ബൈൻഡിങ് എനർജി. ഏതായാലും എനർജി ഓഫ് ഫോട്ടോൺ എനിക്കറിയാം. ദാറ്റ് ഈസ് എത്രയായിരുന്നു? ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ അല്ലേ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫോട്ടോണിൻ്റെ എനർജി എത്രയാണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് എനിക്ക് തോന്നുന്നു 11.5.62 കിലോ ഇലക്ട്രോൺ വോൾട്ട് ആയിരുന്നെന്ന് തോന്നുന്നു ക്വസ്റ്റ്യനിൽ. അങ്ങനെയാണെങ്കിൽ ശരിക്കും കെയുടെ ബൈൻഡിങ് എനർജി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ കെയുടെ ബൈൻഡിങ് എനർജി എങ്ങനെ കണ്ടുപിടിക്കും? അതായത് ബൈൻഡിങ് എനർജി എന്ന് വെച്ചാൽ ഇലക്ട്രോണെ ബൈൻഡ് ചെയ്ത് നിർത്താൻ ഉള്ള എനർജി എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതിയാവും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ബൈൻഡിങ് എനർജി ഓർ അയണൈസേഷൻ എനർജി ആണോ? അയണൈസേഷൻ എനർജി അല്ല, സത്യം പറഞ്ഞാൽ എന്താ, കെ ഷെല്ലിൽ നിന്ന് എൽ ഷെല്ലിൽ നിന്ന് കെ ഷെല്ലിലേക്ക് പോകാൻ നേരം അവിടെ റിലീസ് ചെയ്ത എനർജി പറയുന്നുണ്ട് 109.2 കിലോ ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിനി എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതെന്ന് പറയുന്നത് എനർജി ഓഫ് എമിറ്റഡ് ഫോട്ടോൺ ആണ്. എനർജി ഓഫ് എമിറ്റഡ് അപ്പോൾ ഇവിടെ നമുക്ക് എനർജി കൺസർവേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനർജി കൺസർവേഷൻ എന്ന് വെച്ചാൽ ആക്ച്വലി ഇതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്ന് പറയുന്നത് അയണൈസേഷൻ എനർജി അല്ലേ ഓഫ്, അല്ലെങ്കിൽ എനർജി ഓഫ്, നോക്കിക്കേ ശരിക്കുള്ള മീനിങ് എന്താ? അയണൈസേഷൻ എനർജി ഓഫ് കെ ഷെല്ലിൽ എത്രയാണോ മൈനസ് എൽ ഷെല്ലിലുള്ള അയണൈസേഷൻ എനർജി, ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോഴാണ് അവിടെ റിലീസ് ചെയ്യുന്ന ഫോട്ടോണിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള എനർജി നമുക്ക് കിട്ടുന്നത്. ഇത് ഭയങ്കര കൺസെപ്റ്റ്, ഭയങ്കര ലോജിക്കായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് എൽ ഷെല്ലിൽ നിന്ന് കെ ഷെല്ലിലേക്ക് ഇലക്ട്രോൺ പോയപ്പോൾ അവിടെ റിലീസ് ചെയ്ത എനർജി ഓഫ് ഫോട്ടോൺ എന്ന് പറയുന്നത് ഇത്രയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവരുടെ രണ്ടുപേരുടെയും ഡിഫറൻസ് ആണ് ഈ റിലീസ് ചെയ്ത എനർജി എന്നുള്ളത്. അതങ്ങനെ ഞാൻ കൊടുത്തു. ഇനി ഓൾറെഡി അയണൈസേഷൻ എനർജി ഓഫ് ഇ എൽ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, ദാറ്റ് ഈസ് 6.4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇ കെ എന്ന് പറയുന്നത് 109.2 കിലോ ഇലക്ട്രോൺ വോൾട്ട്. ഇ എൽ എന്ന് പറയുന്ന അയണൈസേഷൻ എനർജി തന്നിട്ടുണ്ട്, ഇവിടെ നെഗറ്റീവാണ്, അപ്പുറത്ത് വരുമ്പോൾ പോസിറ്റീവ് ആവും. 6.k ഇലക്ട്രോൺ വോൾട്ട്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 1111 ഓക്കെ ഇത്രയും കിലോ ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ അയണൈസേഷൻ എനർജി ഓഫ് കെ ഷെൽ എനിക്ക് കിട്ടിയില്ലേ? എങ്ങനെയാണ് മനസ്സിലാക്കിക്കേ? അയണൈസേഷൻ എനർജി ഓഫ് കെ ഷെല്ല് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ എൽ ഷെല്ലിൽ നിന്ന് കെ ഷെല്ലിലേക്ക് വേക്കൻസി പൂരിപ്പിക്കാൻ പോയപ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്ത എനർജി ഓഫ് ഫോട്ടോൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എൽ ഷെല്ലിൻ്റെ അയണൈസേഷൻ എനർജിയും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അയണൈസേഷൻ എനർജി ഓഫ് കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ബൈൻഡിങ് എനർജി ഓഫ് എന്താ പറയുക കെ അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അപ്പോൾ ഓൾറെഡി ഇത് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ഫോട്ടോൺ മൈനസ് ഈ ബൈൻഡിങ് എനർജി ആയിരുന്നു. ഈ ഫോട്ടോൺ ഓൾറെഡി 115.62 ആണ്. ഈ ബൈൻഡിങ് എനർജിയും കിട്ടി. അപ്പോൾ മൈനസ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതെങ്ങനെ വരും? ഈ കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ ഈ ഫോട്ടോൺ എന്ന് വെച്ചാൽ 115.62 കിലോ ഇലക്ട്രോൺ വോൾട്ടാണ്. മൈനസ് 115.6 അതെന്ന് പറയുന്നത് എത്ര? മൈനസ് ചെയ്യുമ്പം 0.02 കിലോ ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, കിലോ ഇലക്ട്രോൺ വോൾട്ടിൽ തന്നെയാണ് ഓപ്ഷൻ കിടക്കുന്നതെങ്കിൽ ഓക്കെ. നമ്മുടെ ഓപ്ഷനിൽ ആക്ച്വലി അപ്പോൾ കിലോ ഇലക്ട്രോൺ വോൾട്ടിലും ഉണ്ട്, ഇലക്ട്രോൺ വോൾട്ടിലും ഉണ്ട്. അപ്പോൾ കിലോ ഇലക്ട്രോൺ വോൾട്ടിലുള്ള വാല്യൂ ഏതായാലും ഓപ്ഷനിൽ ഇതല്ല. അപ്പോൾ നമുക്കിതെല്ലാം ഇലക്ട്രോ വോൾട്ടിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ കിലോഗ്രാമിനെ അല്ലെങ്കിൽ കിലോയിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. 1 കിലോ ഇലക്ട്രോൺ വോൾട്ട് എന്ന് വെച്ചാൽ 1000 EV ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അങ്ങനെയാണെങ്കിൽ വലുത് കെ ആണ്. വലുതിൽ നിന്ന് ചെറുതിലേക്ക് പോകാനായിട്ട് ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻറ്റു 1000 ചെയ്താൽ മതിയാവും. 1000 ചെയ്യുമ്പോൾ 20 എന്ന് വരും അല്ലേ? 20 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, അപ്പോൾ 20 EV എന്നുള്ളതാണ് ഉത്തരം. മനസ്സിലായോ? കുറച്ച് കൺഫ്യൂസിങ് ആണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ എഴുതി വെച്ച് പോവാം. ആദ്യം നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഓൾറെഡി റിലീസായി പോകുന്ന ഫോട്ടോണിൻ്റെ എനർജി തന്നിട്ടുണ്ട്. എൽ ഷെല്ലിൽ നിന്ന് കെ ഷെല്ലിലേക്ക് വരുമ്പോൾ ഉള്ള ഫോട്ടോണിൻ്റെ എനർജി തന്നിട്ടുണ്ട്. അത് വെച്ച് രണ്ടുപേരുടെയും ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാൻ പറ്റും. ഒരാളുടെ ബൈൻഡിങ് എനർജി ഓൾറെഡി ഗിവൺ ആണ്, അല്ലെങ്കിൽ അയണൈസേഷൻ എനർജി ഓൾറെഡി ഗിവൺ ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ആളുടെ കണ്ടുപിടിക്കാൻ പറ്റും. അതിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഫോട്ടോൺ ഈക്വൽ ടു ഈ ബൈൻഡിങ് എനർജി ഓഫ് കെ ഷെൽ
പ്ലസ് ഈ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു എനർജി ഓഫ് ഫോട്ടോൺ മൈനസ് ഈ ബൈൻഡിങ് എനർജി ഓഫ് കെ ഷെൽ. ഓക്കെ, ഐ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് ക്ലിയർ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് എന്ത് ചെയ്യുക, ചോദിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.